ഇതൊരു 3-4 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി റിവേഴ്സ് എടുത്തപ്പോൾ തോട്ടിലേക്ക് മറിയുന്ന ഒരു സീനാണ്. ഇത് മെയിൻ റോഡിൽ നിന്ന് ഒരു 8 അടി ഹൈറ്റ് ഉണ്ട് താഴോട്ട് തോട്ടിലേക്കുള്ള ആഴം. പക്ഷെ അവിടെ ബാരിക്കേഡ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ എല്ലാ ഇടയിലൂടെ വളരെ കറക്റ്റായിട്ട് ലക്ഷ്യബോധത്തോടു കൂടി തന്നെ വണ്ടി തോട്ടിലേക്ക് പോന്നു. ഞാൻ കരുതിയിരുന്നത് ബ്രേക്ക് ഫെയിലിയർ ആയിരുന്നു എന്നാണ്. പക്ഷേ CCTV കണ്ടപ്പോൾ മാത്രമാണ് നിജസ്ഥിതി എനിക്ക് മനസ്സിലായത്. സംഭവം ബ്രേക്കാന്ന് പറഞ്ഞ ആക്സിലേറ്റർ കൊടുത്തതാണ്. വെരി നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഇതുപോലെ സിമിലറായിട്ടുള്ളൊരു അപകടം കണ്ടു. ഒരു ലേഡി ഒരു ഹിൽ ഏരിയയിൽ വെച്ചിട്ട് പൂനെയിലോ മറ്റാണ് ഹിൽ ഏരിയയിൽ റീൽസ് വീഡിയോ എന്തെടുക്കാൻ വേണ്ടി. ഞാൻ റീൽസ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, നമ്മൾ ഇത് CCTVയിൽ വിഷ്വൽസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് കിട്ടിയത്. പക്ഷേ എന്തായാലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ ഒരിക്കലും മറന്നു കളയാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് ഇനിമേ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ. പൊതുവേ ഞാൻ വണ്ടി ശ്രദ്ധിച്ചാണ് ഓടിക്കാറുള്ളത്, പക്ഷേ പറ്റിപ്പോയി. എന്തായാലും വീഡിയോസൊന്നും കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ക്ലബ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടേക്കാം. യൂട്യൂബിൽ കിടക്കട്ടെ, ഇടയ്ക്ക് കാണാമല്ലോ. ഒരു അനുഭവം ഉണ്ടല്ലോ, അനുഭവം അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. എക്സ്പീരിയൻസിനപ്പുറം പ്രത്യേകിച്ച് നീളമുള്ള വണ്ടികളൊക്കെ ചെറിയ റോഡുകളിലിട്ട് ഇതുപോലെ തിരിക്കാതിരിക്കുക. കഴിവതും എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു 100-200 മീറ്റർ മുമ്പോട്ടോ പുറമോട്ടോ പോയിട്ട് തിരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ എത്തിയിട്ട് മാത്രം ചെയ്യുക. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത്. സമയദോഷമൊന്നുമല്ലാതെ നമ്മളുടെ പിടിപ്പുകേടും നമ്മളുടെ അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധയില്ലായ്മയും കരുതലോടെ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു അപകടമാണ്. ഓക്കെ, എന്തായാലും ക്രെയിൻ വന്നു. അത് ക്രെയിൻ വിളിച്ചു. നാട്ടുകാരൊക്കെ വളരെ സജീവമായിരുന്നു. പെട്ടെന്ന് വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിട്ട് ആൾക്കാരെല്ലാം വന്നു. പ്രത്യേകിച്ച് വണ്ടി ഫീൽഡിലുള്ള ഒരു സുഹൃത്തായി നിൽക്കുന്നത് പുള്ളിയൊക്കെ വന്നത് പെട്ടെന്ന് എനിക്ക് ഉപകാരപ്പെട്ടു. കാരണം ക്രെയിനൊക്കെ വന്ന് പൊക്കുമ്പോൾ വണ്ടിക്ക് വലിയ ദോഷമില്ലാത്ത രീതിയിൽ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം ഒരു ധാരണ ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. ചെറിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഫ്രണ്ട് സൈഡ് റോഡിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. ബാക്ക് സൈഡ് കൊണ്ടാണ് പോയത്. അത് നമുക്കൊരു അനുഗ്രഹമായി. കാരണം ഗിയർ ബോക്സ് അതുപോലെ എൻജിൻ സൈഡെല്ലാം സേഫാണ്. വെള്ളം കയറിയിട്ടില്ല. ഡിക്കിൽ മാത്രമേ വെള്ളം കയറിയിട്ടുള്ളൂ. എന്തായാലും ഞാൻ വണ്ടി കരയ്ക്ക് കയറ്റിയതിന് ശേഷം ഇപ്പം ഇനിഷ്യൽ വീഡിയോസ് മാത്രമാണ് മറ്റേ CCTVയിൽ കാണിക്കുന്നത്. ബാക്കിയെല്ലാം മുമ്പ് മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ വണ്ടി കരയിലെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പ്ലഗ് ഫ്യൂൽ ടാങ്കിൻ്റെ പ്ലഗ് റിമൂവ് ചെയ്തു. ചാവി തിരിച്ചില്ല. ഞാൻ അന്നേരം തന്നെ ഒരു വർക്ക്ഷോപ്പുകാരനോട് വിളിച്ചിട്ട് അഡ്വൈസ് എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വണ്ടി ഉണക്കുക നല്ലതായിട്ട്, ബാക്ക് സൈഡ് ഡിക്കി ആ സൈഡെല്ലാം നല്ലതായിട്ട് ഉണക്കിയതിന് ശേഷം പൂർണ്ണമായിട്ടും ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളല്ലാതെ നോക്കി ടയർ സൈഡ് ഡൗൺ അടിയിലൊക്കെ. അപ്പം ബമ്പറിലൊക്കെ ഉള്ള ഉരസലും ചളുക്കവും ബമ്പറിൻ്റെയൊക്കെ ഡിസ്ലൊക്കേഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം വേറെ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ഒരു ഇലക്ട്രീഷ്യൻ വന്ന് നോക്കി. ഓക്കെ, അദ്ദേഹം നോക്കിയപ്പം കുഴപ്പമൊന്നും കണ്ടില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആ വണ്ടി ഞാൻ പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ബമ്പറൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു. ഒരു 5500 രൂപ അടുത്ത് ക്രെയിൻ വന്നതിന് എനിക്ക് ചിലവായിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞാൻ വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ ഇലക്ട്രീഷ്യൻ വന്ന് ചെക്ക് ചെയ്തപ്പം ഒരു 500 റുപ്പീസ് അദ്ദേഹത്തിന് കൊടുത്തു. അതുകൂടാതെ വർക്ക്ഷോപ്പിൽ ഇപ്പം കോട്ട് ചെയ്തിരിക്കുന്നത് 2500 റുപ്പീസാണ് ഫോർ ബമ്പർ പെയിൻറ്റിങ്. പിന്നെ വർക്ക്ഷോപ്പിലെ മേശയും കാര്യമായിട്ട് വണ്ടി ചെക്ക് ചെയ്തിരുന്നു. ഓടിച്ചൊക്കെ നോക്കി, പറഞ്ഞു ദെയർ ഇസ് നോ അതർ ഡിസ്കംഫേർട്ട്സ്. ഇത് നേരെ തിരിച്ചായിരുന്നു. ഫ്രണ്ട് സൈഡ് കുത്തിയായിരുന്നു വണ്ടി ഇതിലേക്ക് വീഴുന്നെങ്കിൽ വലിയൊരു എക്സ്പെൻസിലേക്ക് അത് മാറുമായിരുന്നു. തീർച്ചയായിട്ടും ഗിയർ ബോക്സിനും എൻജിനും ഒക്കെ ഈവൻ വണ്ടിയുടെ ഫ്ലോറോ സീറ്റോ ഒന്നും തന്നെ നനയോ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യം നമ്മുടെ ഡിക്കി മാത്രമായിട്ട് അത് നിന്നു. അതുപോലെ തന്നെ ഞാനും ഹെൽത്തി ആയിരുന്നു. എനിക്ക് യാതൊരുവിധ ഡിസ്കംഫർട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ സേഫ് ലാൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദാറ്റ്സ് ഓൾ. ഇതുവരെ ആരെങ്കിലും ക്ഷമയോടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്ദി. കാരണം തികച്ചും യാതൊരു ഗുണങ്ങളും ഇല്ലാത്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ മെമ്മറിക്ക് ആയിട്ട് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോയുമാണ്.